വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഷെഡ്യൂൾ 2ലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും അതിനുശേഷം ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് കണ്ടേ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു 3 പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്ന് ആദ്യം പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സിനെ പറ്റിയിട്ട് ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഡിസ്പോസൽ ഓഫ് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു എക്സംഷൻസിലെ സെക്ഷൻ 7 സബ്സെക്ഷൻ 1C എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ, ഏതൊക്കെയാണ് ഗുഡ്സിന്റെ കീഴിൽ വരെ, ഏതൊക്കെയാണ് സർവീസിന്റെ കീഴിൽ വരെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, സോ ബിസിനസ് അസെറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആവാം? നമ്പർ 1, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു എക്സാമ്പിൾ, ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ബിസിനസ് അസെറ്റ് ആണ്. അപ്പോൾ ഞാൻ ആ ബിസിനസ് അസെറ്റ്സ് ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെദർ ഓർ നോട്ട് ഫോർ കൺസിഡറേഷൻ. ബിസിനസ് അസെറ്റ്സ് ലാപ്ടോപ്പ് ഞാൻ മേടിച്ചു, 75,000 റുപ്പീസിന് ഞാൻ ലാപ്ടോപ്പ് മേടിച്ചു. സോ അങ്ങനെ 75,000 രൂപ കൊടുത്തിട്ട് ഈ ലാപ്ടോപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് അസെറ്റ് ആണ്. ഞാൻ അവിടെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 75,000 രൂപ 75,000 റുപ്പീസ് കൊടുത്ത് മേടിക്കുമ്പോ അതിന് അടച്ച GST ഞാൻ അവൈൽ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലേ? അവൈൽ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ഞാൻ ഈ പറയുന്ന അസെറ്റ് മേടിച്ചു, ലാപ്ടോപ്പ് മേടിച്ചു. അതിനുശേഷം ഞാൻ ഈ അസെറ്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ് ഞാൻ കൺസിഡറേഷനോ ഇല്ലാണ്ടോ വേറെ ആർക്കെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിപ്പോ ബിസിനസ്സിൽ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും റിലേറ്റീവിനാവട്ടെ, അല്ലെങ്കിൽ എംപ്ലോയിക്കാവട്ടെ, നമ്മൾ വിത്തൗട്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, പെർമനന്റ് ആയിട്ട് നമ്മൾ ബിസിനസ് അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കീഴിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കാൻ ഞാൻ പറയാറ്. ബെസ്റ്റ് അല്ലേ, ബെസ്റ്റ് LDR, then consideration, then അതിനുശേഷം in course or furtherance of business. So ഈ അസെറ്റ്, ബിസിനസ് അസെറ്റ് നമ്മൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിലും കൺസിഡറേഷൻ ഇല്ലെങ്കിലും നമ്മൾ വേറൊരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ it should comes under supply of goods. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ട് വെദർ ഓർ നോട്ട് ഫോർ കൺസിഡറേഷൻ. എന്തുകൊണ്ടാണ്? 75,000 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള ഈ ലാപ്ടോപ്പ് ഞാൻ കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം വേറൊരു പാർട്ടിക്ക് വെറുതെ കൊടുക്കുകയാണെങ്കിലും അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ GST വരുന്നു. എന്തുകൊണ്ടാണ്? ഈ 75,000 രൂപയ്ക്ക് നമ്മൾ ഈ ഗുഡ്സ് മേടിച്ച് ബിസിനസ് പർപ്പസിന് എന്ന് പറഞ്ഞിട്ടാണ് ഗുഡ്സ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അടച്ച GST നമുക്ക് ഗവൺമെന്റ് തിരിച്ചു തന്നിട്ടുണ്ട്. അതിനെയാണ് എന്ത് പറയാ, ITC അവൈൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിസിനസ്സിനായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ITC അവൈൽ ചെയ്യാൻ പറ്റിയ, അടച്ച ടാക്സ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റിയ. എന്നിട്ട് ഇത് ബിസിനസ്സിന് യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് കഴിയുമ്പോൾ വെറുതെ ആവട്ടെ, അല്ലെങ്കിൽ കൺസിഡറേഷൻ ആയിട്ടാവാം, അല്ലെങ്കിൽ അല്ലാണ്ടാവാം, നമ്മൾ വേറൊരു പാർട്ടിക്ക് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് പറയും ബിസിനസ്സിനായതുകൊണ്ടാണ് നേരത്തെ ആ അടച്ച ടാക്സ് തിരിച്ചു തന്നെ, ഇതിപ്പോ ബിസിനസ്സിന് യൂസ് ചെയ്യേണ്ട വേറൊരു പാർട്ടിക്ക് വെറുതെ ആവട്ടെ പൈസയ്ക്ക് അവിടെ കൊടുക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ടാക്സ് എഗെയിൻ ചാർജ് ചെയ്യും. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി പ്രൈവറ്റ് യൂസ് ഓഫ് ബിസിനസ് അസെറ്റ്സ് എന്താണ്? ഈ പറഞ്ഞ ലാപ്ടോപ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് ബിസിനസ്സിന് മേടിച്ച ഈ സാധനം ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് എന്താണ് ചോദിച്ചു, എൻ്റെ വൈഫ് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിന് കൊടുത്തു. അപ്പോൾ എന്താണ് അതേപോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ചോദിച്ചു, കുറച്ച് നാൾ എനിക്ക് ഒരാഴ്ചയ്ക്ക് എനിക്ക് എന്ത് വേണം, ലാപ്ടോപ്പ് വേണം. അപ്പോൾ പ്രൈവറ്റ് യൂസ് ഓഫ് ബിസിനസ് അസെറ്റ്സ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു ഒരാഴ്ചയ്ക്ക് എനിക്ക് ലാപ്ടോപ്പ് വേണം. അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ അസെറ്റ് നമ്മൾ പ്രൈവറ്റ് യൂസിന് കൊടുക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു തരും. അങ്ങനെയാണെങ്കിൽ അത് പെർമനന്റ് ട്രാൻസ്ഫർ അല്ല, ഈ അസെറ്റ് ബിസിനസിന്റെ അസെറ്റ് യൂസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഹിയർ നോട്ട് എന്താണ് പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ് നടക്കുന്നില്ല. ബിസിനസ് അസെറ്റ് കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് നാളത്തെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ, പ്രൈവറ്റ് യൂസിന് കൊടുക്കുകയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് വരിക. വെദർ ഓർ നോട്ട് ഫോർ കൺസിഡറേഷൻ, വെറുതെ ആണെങ്കിലും കൺസിഡറേഷൻ മേടിച്ചാലും ഇല്ലെങ്കിലും അതിനെ സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ ഇൻക്ലൂഡ് ചെയ്യണം.
അത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ, പക്ക. സോ ദാറ്റ് ഈസ് എന്താണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി തേർഡ് പോയിന്റിൽ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ് സീസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ. എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? രണ്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, ഒരു വ്യക്തി ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യാണ്, എങ്കിൽ അയാളെ നമുക്ക് പറയാം സീസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ. എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഞാൻ ബിസിനസ് നടത്തിക്കൊണ്ടു പോയിരുന്നു, ഞാൻ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ബിസിനസ് ഞാൻ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതുവരെ ഞാൻ ടാക്സബിൾ പേഴ്സൺ ആണ്. പക്ഷെ എൻ്റെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്താൽ ഞാൻ ആരായി? ടാക്സബിൾ പേഴ്സൺ അല്ലാണ്ടായി. അപ്പൊ എൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തു. സോ സീസ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിലും അവിടെ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു, ഡിസ്പോസൽ ഓഫ് അസറ്റ് ആണെങ്കിലും ബിസിനസ്സിനെ മേടിച്ചുകൊണ്ട് അവൈൽ ചെയ്തിട്ടുള്ളതാണ് ITC. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും ദെൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടാക്സബിൾ പേഴ്സൺ അല്ലാണ്ട് വരാണെങ്കിലും ഏത് കേസാണെങ്കിലും അതൊക്കെ നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് നമുക്ക് ITC അവൈൽ ചെയ്യുന്നത് ബിസിനസ് പർപ്പസിന് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ തരില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഡിസ്പോസ് ചെയ്താലും ദെൻ വെറുതെ ട്രാൻസ്ഫർ ചെയ്താലും അതൊക്കെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി അവിടെ 2 എക്സംഷൻസ് പറയുന്നുണ്ട്, പോയിന്റ്സ്. ഈ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, ബിസിനസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 2 എക്സംഷൻസ്. സോ നമ്പർ 1 ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് ട്രാൻസ്ഫേർഡ് ആസ് എ ഗോയിങ് കൺസേൺ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്താണ്? ബിസിനസ് എന്ന് പറയുന്ന ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ്, അല്ലെ? ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിലെ പാർട്ടീസ് മാത്രം, അത് ഓൺ ചെയ്യുന്ന പാർട്ടീസിൽ മാത്രം വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ KM ലിമിറ്റഡ് ഒരു എക്സാമ്പിൾ ആണ്. KM ലിമിറ്റഡ് എന്ന് പറഞ്ഞ ആ സ്ഥാപനം ഞാൻ എന്ത് ചെയ്യാണ്? മേടിക്കുകയാണ്. അപ്പോ KM ലിമിറ്റഡ് അവര് ഇതുവരെ കൊടുത്തിട്ടുള്ള സർവീസസിനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ബിസിനസിന് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരിക്കും. പല കാര്യങ്ങൾക്കും GST ഒക്കെ പ്രോപ്പറായിട്ട് അടച്ചു പോകുന്നതായിരിക്കാം. KM ലിമിറ്റഡിന്റെ പേരിലായിരിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഈ സ്ഥാപനം ഞാൻ മേടിച്ചു. അപ്പോ അതുവരെ ആ ചെയറിൽ ഇരുന്നത് KM ലിമിറ്റഡിന്റെ ഓണർ ആണെങ്കിൽ ഇനി മുതൽ ഞാനായിരിക്കും ഇരിക്കുക. അപ്പൊ ബിസിനസിന്റെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അവിടെ ചേഞ്ചസ് വന്നിട്ടില്ല. ആ സീറ്റിൽ ഇരിക്കുന്ന ആള് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ എന്താണ് ഉണ്ടായിരിക്കുന്നത്? ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്, അതിലെ മാനേജിംഗ് ഡയറക്ടർ ആവട്ടെ, CEO ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും മാത്രമാണ് അവിടെ ചേഞ്ച് വരുന്നത്. എങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് എന്താ? ഓൾറെഡി KM ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അത് അവിടെ ഉണ്ട്. മാനേജ് ചെയ്യുന്ന ആൾക്കാരിലും വ്യത്യാസം വന്നു എന്ന് മാത്രം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ ഇവിടെ ഇപ്പോ KM ലിമിറ്റഡിന്റെ ഓണർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അയാള് ഇനി ടാക്സബിൾ അല്ലെങ്കിൽ അയാൾ മാറി, അതിന് പകരം ഇനി ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പോ ട്രാൻസ്ഫേർഡ് ആസ് എ ഗോയിങ് കൺസേൺ, ഒരു ഗോയിങ് കൺസേൺ ആണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് എക്സംഷൻ ആണ്. അപ്പൊ സീസസ് ടു ബി ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുമ്പോ ആള് മാറി, സ്ഥാപനം അവിടെ തന്നെ ഉണ്ട് എങ്കിൽ അത് എക്സംഷൻ ആണ്. അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു എക്സംഷൻ കൂടി പറയുന്നുണ്ട്. ബിസിനസ് ഈസ് കാരിഡ് ഓൺ ബൈ എ പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ഹു ഈസ് ഡീംഡ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ. ഇതുപോലെ തന്നെയുള്ള വേറൊരു സംഭവം. ഇപ്പോ മുകേഷ് അംബാനി ആൾക്കാണ് റിലയൻസിന്റെ ഓണർഷിപ്പ്. ഇനി അത് കുറച്ചു കാലം കഴിയുമ്പോൾ മുകേഷ് അംബാനി മാറി, ആളുടെ മകൻ അവിടെ വരാണ്, സ്ഥാപനം അങ്ങനെ തന്നെ ഉണ്ട് എങ്കിൽ അത് ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മാനേജിംഗ് ഡയറക്ടർ മാത്രമാണ് മാറുന്നത്, സ്ഥാപനം അവിടെ തന്നെ ഉണ്ട്. അതാണ് പറയുന്നത് ബിസിനസ് ഈസ് കാരിഡ് ഓൺ ബൈ എ പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ഹു ഈസ് ഡീംഡ് ടു ബി എ ടാക്സബിൾ പേഴ്സൺ. അപ്പൊ ഇതുവരെ ആ ചെയറിൽ ഇരിക്കുന്നത് മുകേഷ് അംബാനിയാണ്, ഇനി ആളുടെ മകൻ വന്നിരിക്കുന്നു. സോ അത് ഒരു അങ്ങനെയുള്ള കേസസ് ഒന്നും, അപ്പൊ കൺസേൺ ബിസിനസ് അങ്ങനെ പോകുന്നുണ്ട്, ആൾക്കാർ മാത്രമാണ് അവിടെ വ്യത്യാസം വരുന്നത്. സോ അതാണ് എക്സംഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സിലെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ് വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, അത് ടാക്സബിൾ ആണ്. ഇനി കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണ് വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ.
ഇനി cease to be taxable person, നമ്മൾ പറഞ്ഞു എന്താ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യാണ് എങ്കിൽ അയാൾ ഇനി എന്തല്ല ടാക്സബിൾ പേഴ്സൺ അല്ല. എങ്കിലും ITC അവൈൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഇതിലെ എക്സംഷൻസ് എന്ന് പറയുന്നത് എന്താ, ഗോയിങ് കൺസേണില് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഓണർഷിപ്പ് മാത്രം മാറുന്നു എങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, എക്സംഷൻസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് 2 more points, 2 പോയിന്റ് കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A. അതിൽ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. ചില ആക്ടിവിറ്റീസ്, ചില ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് അത് ഗുഡ്സിന്റെ കീഴിൽ വരും, സർവീസിന്റെ കീഴിൽ വരും. അങ്ങനത്തെ 2 പോയിന്റ് ആണ് കോമ്പോസിറ്റ് സപ്ലൈയുടെ കീഴിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമ്പർ 1 വർക്ക്സ് കോൺട്രാക്ട്, നമ്പർ 2 റെസ്റ്റോറൻറ്റ്. നമുക്ക് എപ്പോഴും വരുന്നതാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകണം. സോ നമുക്ക് ഫുഡ് തരുന്നു, ഫുഡ് അവിടെ ഇരുന്ന് കഴിക്കുന്നു. സോ നമുക്ക് പലപ്പോഴും ചാർജ് വരുന്നത് ടോട്ടൽ അവിടെ പോയി ഇരുന്ന് കഴിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂടിയിട്ടാണ് ഒരു എമൗണ്ട് ബില്ല് വരാം. സോ ഇത് ഗുഡ്സിന്റെ കീഴിലാണോ വരാ, സർവീസിന്റെ കീഴിലാണോ വരാ, പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാ. സോ ഇങ്ങനെ രണ്ടും കൂടി വരുമ്പോഴാണ് അതിനെ കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് അതിനെ കോമ്പോസിറ്റ് സപ്ലൈ? ഈ പറയുന്ന പോയിന്റിലും അങ്ങനെ തന്നെയാണ്. വർക്ക്സ് കോൺട്രാക്ട്, ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീട് മേടിക്കണം, ഒരു വീട് വെക്കാൻ ഞാൻ തീരുമാനിച്ചു. സോ ഒരു 35 lakh rupees ആണ് ഞാൻ ബജറ്റ് ഇട്ടുള്ളത്. സോ 35 ലക്ഷം രൂപ ബജറ്റ് ഇട്ട് ഒരു എഞ്ചിനീയറിനോട് പറഞ്ഞു, നമ്മൾ കോൺട്രാക്ട് എഞ്ചിനീയർക്ക് തന്നെ ഒരു കോൺട്രാക്ട് കൊടുത്തു. സോ നമുക്ക് വേണ്ടി വരുന്ന റോ മെറ്റീരിയല്, ലേബർ ചാർജസ്, എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഒരു എമൗണ്ട് ആണ് 35 lakhs. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഗുഡ്സ് ഉണ്ടായിരിക്കും, സർവീസ് ഉണ്ടായിരിക്കും, രണ്ടും കൂടിയിട്ടാണ് വരുന്നത്. സോ അതിനെയാണ് പറയാ വർക്ക്സ് കോൺട്രാക്ട്. ഓക്കെ, അതാണ് പറയുന്നത് ബിൽഡിംഗ്, ഫാബ്രിക്കേഷൻ, ഇംപ്രൂവ്മെന്റ്, മോഡിഫിക്കേഷൻ എന്തും ആവട്ടെ ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അല്ലെ, നമുക്ക് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഒരു ബിൽഡിംഗ് ആണ്, അതിന് വരുന്ന എന്ത് കൺസ്ട്രക്ഷനും അതിന് നമ്മള് സർവീസിന്റെ കീഴിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. നമ്മളൊരു ഗുഡ്സ് ഒരു വീട് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അവിടെ റോ മെറ്റീരിയൽ ഉണ്ട്, അതിന്റെ കൂടെ സർവീസും കിട്ടുന്നുണ്ട്. അതിനെ കോമ്പോസിറ്റ് സപ്ലൈ എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിലാണ് നമ്മളിപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നത്. ദെൻ GST കൊടുക്കേണ്ടി വരും. ഇനി റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിലോ അതിന് നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവിടെയും നമ്മൾ എന്താ കഴിക്കാനുള്ള ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ മേടിക്കുന്നു. അവിടെ ഈ വെയിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും മറ്റേ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്നും ഒക്കെ നമുക്ക് സർവീസ് കിട്ടുന്നുണ്ട്. സോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇതിന്റെ താഴെ എന്തൊക്കെ വരുന്നുണ്ട്? ഫുഡ്, അതർ ആർട്ടിക്കിൾസ് എക്സെട്ര, എന്തു ആവട്ടെ, other than alcoholic liquor for human consumption. ആൽക്കഹോളിക് ലിക്വർ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെ, ആൽക്കഹോളിക് പ്രൊഡക്ട്സ് ആണെങ്കിൽ അത് GSTയുടെ താഴെ വരുന്നതല്ല. ബാക്കി എന്തും ആവട്ടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, GST കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് കോമ്പോസിറ്റ് സപ്ലൈ. വർക്ക്സ് കോൺട്രാക്ട് ആവട്ടെ, റെസ്റ്റോറന്റ് ആവട്ടെ, ഇതിന്റെ പ്രത്യേകത എന്താ, നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ആണ്. സർവീസും കിട്ടുന്നുണ്ട്, ഗുഡ്സും കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെ കോമ്പോസിറ്റ് സപ്ലൈ എന്നാണ് പറയാ. സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, ടാക്സ് കൊടുക്കണം. ആൻഡ് ഫൈനലി ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A മൊത്തം 7 പോയിന്റ് ആണുള്ളതിൽ ലാസ്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആവട്ടെ, എന്തോ ആവട്ടെ, സപ്ലൈ ഓഫ് ഗുഡ്സ് എനി മൂവബിൾ ആണെങ്കിൽ സപ്ലൈ ഓഫ് എന്താണ് ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഗുഡ്സിന്റെ കീഴിലാണ് വരിക. ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടി പറയണോ, എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ആൻ അൺഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ or body of person to a member thereof for cash, deferred payment or other valuable consideration. അപ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്താണ്, ഒരു ഗ്രൂപ്പ് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അതിനെ പറയാം ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയാം അല്ലെ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആവട്ടെ, അസോസിയേഷൻ ഓഫ് AOP ആവട്ടെ, അങ്ങനെയാണെങ്കിൽ ആ AOP ഒരു മെമ്പർക്ക് ഒരു ഗുഡ്സ് ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊടുക്കാണ്. ക്യാഷ് ആവാം, ഡെഫേർഡ് പേയ്മെന്റ് ആവാം,
ഓർ ഫോർ അതർ വാല്യുബിൾ കൺസിഡറേഷൻ ആണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം എന്താണ് പറയുന്നത്, ഒരു ഗ്രൂപ്പ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആവട്ടെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവട്ടെ അവരുടെ മെമ്പേഴ്സിനെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഡെഫേർഡ് പേയ്മെന്റ് ആവട്ടെ ക്യാഷ് ആവട്ടെ ഫോർ അതർ വാല്യുബിൾ കൺസിഡറേഷൻ ആണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കീഴിൽ കൺസിഡർ ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഓക്കെ, സോ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A 7 പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് 3 പോയിന്റ്സ് ആണ്. അതിൽ ആദ്യം ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്സ്, അതിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് കോമ്പോസിറ്റ് സപ്ലൈയും ദെൻ സപ്ലൈ ഓഫ് ഗുഡ്സും. സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പ്രോബ്ലംസും നെക്സ്റ്റ് ടോപ്പിക്കും GST റിലേറ്റ് ചെയ്തുള്ള നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരും വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.